Good morning all. ഞാൻ Ramakrishnan T B MD and CEO of Sharewealth Securities Limited ആണ്. ഒപ്പം SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇനി നമ്മൾക്ക് ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കാം. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ഇന്നലെ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം. അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. കമോഡിറ്റി നോക്കുകയാണെങ്കിൽ കമോഡിറ്റിയും ഓൾമോസ്റ്റ് ബ്രണ്ട് ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ NYMEX ക്രൂഡ് ഓയിൽ ഒഴികെ മറ്റുള്ള കമോഡിറ്റികളെല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് $8.6 പെർ ഔൺസിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പോട്ട് ഗോൾഡ് $1965 പെർ ഔൺസിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. സെയിം ലെവലിൽ തന്നെയാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. മിനിഞ്ഞാന്ന് ഗോൾഡ് താഴെയായിരുന്നു, $1958 പെർ ഔൺസ് ആയിരുന്നു. അപ്പോൾ ഇന്നലെ നല്ല രീതിയിൽ റിക്കവറി നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രണ്ട് ക്രൂഡ് ഓയിൽ ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. $75.96 പെർ ബാരലിനാണ്. ഇന്ന് മോർണിംഗിലും വീക്ക് തന്നെയാണ് സ്ലൈറ്റ്ലി. മെറ്റൽസ് നോക്കുകയാണെങ്കിൽ കോപ്പർ, മറ്റ് അലുമിനിയം എല്ലാ മെറ്റൽസും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ഓൾമോസ്റ്റ് കോപ്പറും അതുപോലെ തന്നെ അലുമിനിയം ഒക്കെ ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് കമോഡിറ്റി സെഗ്മെൻറ്റിൽ സ്ലൈറ്റ്ലി ബെറ്റർ സെൻറ്റിമെൻ്റ് ആണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം US ഇന്നലെ പുറത്തു വന്നിട്ടുള്ള ജൂൺ 3 വരെയുള്ള ജൂൺ 3 അവസാനിച്ച ആഴ്ചയിൽ ജോബ്ലെസ് ക്ലെയിമാണ്. 2,61,000 ക്ലെയിമാണ് വന്നത്. ഇത് 2 ഇയർ ഹൈ ആണ് ഓൾമോസ്റ്റ്. അതുകൊണ്ട് തന്നെ US ഫെഡ് അടുത്ത മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നടത്തില്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ ബെറ്റർ ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും അമേരിക്കൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് മെയ് മാസത്തെ വരാൻ പോകുന്നത് ജൂൺ 13 ജൂൺ 13-14 US ഫെഡിൻ്റെ മീറ്റിംഗ്. അപ്പോൾ ജൂൺ 14 US ഫെഡിൻ്റെ റേറ്റ് ഹൈക്ക് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വരാൻ പോകുന്നത്. ഇപ്പോൾ മെജോറിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നത് US ഫെഡ് റേറ്റ് ഹൈക്ക് നടത്തില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിലും കണ്ടത്. ഡൗ ജോൺസ് 162 പോയിൻറ്റും അതുപോലെ തന്നെ S&P 500 26 പോയിൻറ്റും നാസ്ഡാക്ക് 133 പോയിൻറ്റും ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ S&P വിക്സ് ഇന്നലെയും താഴെയായിരുന്നു, 13.65. ന്യൂ 52 വീക്ക് ലോയിലാണ് ക്ലോസ് ചെയ്തത്. ഇതും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ട്രെൻഡിന് തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്തതെല്ലാം തന്നെ മിക്സഡ് ആയിരുന്നു. ഇന്ന് മെജോറിറ്റി മാർക്കറ്റുകളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ്. ജാപ്പനീസ് മാർക്കറ്റ് ഏകദേശം 1.5% ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. 0.2% ആണ് ചൈനയുടെ മെയ് മാസത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ. ഏപ്രിൽ മാസത്തിൽ 0.1% ആയിരുന്നു. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്, മാനുഫാക്ചറിങ് ഇൻഫ്ലേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. 4.6% ആണ്. ഇത് 7 ഇയർ ലോയിലാണ്. അപ്പോൾ ചൈനയിൽ വലിയ രീതിയിലൊരു ഇൻഫ്ലേഷൻ നിന്നൊന്നും മാറി ഡിഫ്ലേഷനിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭയമുണ്ട്. കാരണം ഇൻഫ്ലേഷൻ മൈനസിലേക്ക് വന്നാൽ ഡിഫ്ലേഷനായിട്ടാണ് കണക്കാക്കുക. തീർച്ചയായിട്ടും ചൈനീസ് ഗവൺമെൻറ്റും ചൈനീസ് സെൻട്രൽ ബാങ്കുകളും എക്കണോമിക് ഗ്രോ ചെയ്യാനുള്ള ഡിസിഷൻസ് എടുക്കും, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയിൽ ഇന്നത്തെ ഈ ഡാറ്റ വന്നതിന് ശേഷം മാർക്കറ്റിൽ വലിയ നെഗറ്റീവ് ഒന്നുമില്ല, സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ RBIയുടെ ഡിസിഷൻ ഇന്നലെ വന്നിരുന്നു. റേറ്റ് ഹൈക്ക് സംബന്ധിച്ച് സ്റ്റാറ്റസ് കോ ആണ്. അപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സ്റ്റാറ്റസ് കോ ആണ്. 6.5% റെപ്പോ റേറ്റിലാണ് ഇന്നലെ RBI അതിൻ്റെ റേറ്റ് പിടിച്ചു നിർത്താനായിട്ട് തീരുമാനം എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് എക്സ്പെക്റ്റഡ് ലൈൻസിൽ തന്നെയായിരുന്നു. അടുത്ത 2-3 ക്വാർട്ടേഴ്സ് കഴിയുമ്പോൾ ഒരു പക്ഷേ റേറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യതകളാണ് കൂടുതൽ കാണുന്നത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ നോക്കുകയാണെങ്കിൽ HYL ബോർഡ് മീറ്റിംഗ് ആണ്. ജൂൺ 27 സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്താൻ പോവുകയാണ്. അതൊരു സ്ലൈറ്റ്ലി പോസിറ്റീവ് ന്യൂസാണ്. ഇപ്പോൾ വളരെ ഹൈ ലെവലിലാണ്, 3500 ലെവലിലേക്കാണ് HYL ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്ക് സ്പ്ലിറ്റ് വന്നാൽ കൂടുതൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വരും. മറ്റൊരു സ്റ്റോക്ക് ടാറ്റ പവറാണ്. ടാറ്റ പവർ 966 മെഗാവാട്ട് റിന്യൂവബിൾ പവർ പ്ലാന്റ് ടാറ്റ സ്റ്റീലിന് വേണ്ടി നിർമ്മിക്കാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. സ്ലൈറ്റ്ലി പോസിറ്റീവാണ് ടാറ്റ പവറിനെ സംബന്ധിച്ച്. ഇന്നലെ ഈ ന്യൂസിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ തന്നെയാണ് ടാറ്റ പവർ എന്നതിൽ കയറിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ലോങ് ടൈമിലേക്ക് ഈ കമ്പനീനെ സംബന്ധിച്ചത് പോസിറ്റീവാണ്. IEX വലിയ സെല്ലിംഗ് പ്രഷറാണ് നേരിടുന്നത്. കാരണം IEXൽ ഇപ്പോൾ ഇന്ത്യയിൽ 3 പവർ എക്സ്ചേഞ്ചുകളാണ്. IEX ആണ് മാർക്കറ്റ് മൊണോപ്പൊളി. അപ്പോൾ ഗവൺമെൻറ് പല റിഫോംസും കൊണ്ടുവരികയാണ്. ആ അവസരത്തിൽ ഒരു പക്ഷേ IEXന് മാർക്കറ്റ് മൊണോപ്പൊളി നഷ്ടപ്പെടുന്നുള്ള
ഒരു ഭീതിയിലാണ്. ഇന്നലെ വലിയ രീതിയിൽ സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഈ റിഫോംസ് കൊണ്ടുവരാൻ 2-3 വർഷം എടുക്കുന്നൊക്കെയാണ് പറയുന്നത്. എന്നിരുന്നാലും IEXൽ നല്ല രീതിയിലുള്ളൊരു സെല്ലിംഗ് ഇന്നലെ നടന്നിട്ടുണ്ട്. F&L നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ വളരെയധികം ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ IEX ഒരു നെഗറ്റീവ് ബിയാസ് കാണിക്കാനാണ് ചാൻസസ് കുറച്ച് ദിവസത്തേക്ക്. മോണോപ്പൊളി നഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. മറ്റൊരു സ്റ്റോക്ക് Aether ഇൻഡസ്ട്രീസ് ആണ്. Aether ഇൻഡസ്ട്രീസ് സ്പെഷ്യാലിറ്റി കെമിക്കൽ രംഗത്തുള്ളൊരു കമ്പനിയാണ്. സൗദി ആരാംകോ ആയിട്ടൊരു സ്പെഷ്യാലിറ്റി കെമിക്കലിനെ കമേഴ്ഷ്യലൈസ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. സസ്റ്റൈനബിൾ ESG റിലേറ്റഡ് പ്രോസസ്സിംഗോടെയാണ് ഈ സ്പെഷ്യാലിറ്റി കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും Aether ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് ലോങ് ടൈമിലേക്ക് പോസിറ്റീവാണ്. ഇപ്പോൾ 950 രൂപയാണ് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ്, 10 രൂപയാണ് ഫേസ് വാല്യൂ. പ്രൊമോട്ടർ 87% ഹോൾഡ് ചെയ്യുന്നത്. ഇക്വിറ്റി ക്യാപിറ്റൽ 124.51 കോടിയാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ന്യൂസാണ് Aetherനെ സംബന്ധിച്ച്. FICTയിൽ നല്ല രീതിയിലുള്ള ബൈങ് നടക്കുന്നുണ്ട്. അപ്പോൾ FICT ഒരു പക്ഷേ ഒരു വളട്ടൈൽ അപ്വേർഡ് മൂവ്മെൻറ്റും കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഓവറോൾ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് ബിയാസ് ആണ്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്, 2 ദിവസം അടുത്ത 2 ദിവസത്തെ വീക്കെൻഡ് ഹോളിഡേ വരെയാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് ആണ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നല്ല പ്രോഫിറ്റിലിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റ് ഓരോ റൈസിലും അറ്റ്ലീസ്റ്റ് 25-30% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുന്നത് നല്ലൊരു ഡിസിഷനായിരിക്കും. കാരണം മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ വീണ്ടും ഈ സ്റ്റോക്കുകളൊക്കെ റീ എൻട്രി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.